ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി അന്വേഷണത്തെ എതിർത്ത സംസ്ഥാന സർക്കാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇ ഡി സമർപ്പിച്ച അപേക്ഷയിലാണ് എതിർപ്പ് അറിയിച്ചത്. രേഖകൾ കൈമാറാനാകില്ല എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഈ മാസം 10-ന് കോടതി കേസ് പരിഗണിക്കും. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബിജുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ FIR മൊഴിപ്പകർപ്പടക്കമുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് ED അഭിഭാഷകൻ ഇന്ന് അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ശബരിമലയിൽ ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. രേഖകൾ കൈമാറുന്നതിനുള്ള എതിർപ്പ് കോടതിയെ അറിയിച്ചു. രേഖാമൂലം എതിർപ്പ് അറിയിക്കുവാൻ സമയവും ആവശ്യപ്പെട്ടു. എന്നാൽ രഹസ്യ സ്വഭാവത്തോടെ മാത്രമേ കേസ് അന്വേഷിക്കൂ എന്നതാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. രേഖകൾ രഹസ്യമായി സൂക്ഷിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായും കണ്ടെത്തലുണ്ട്. EDയുടെ അപേക്ഷ ഡിസംബർ 10-ന് കോടതി പരിഗണിക്കും. SIT വാദവും കേട്ട ശേഷമാകും രേഖകൾ നൽകുന്നതിൽ തീരുമാനമാകുക. നിലവിൽ പത്മകുമാറിൽ വരെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ED കൂടെ അന്വേഷണം ആരംഭിച്ചാൽ ഉന്നതർ കുരുങ്ങുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ ED അന്വേഷണത്തെ എതിർത്തിരുന്നു. അതിനിടെ കേസിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടെ നീട്ടി. പത്മകുമാറിനെയും N വാസുവിനെയും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയേക്കും. ജനം, കൊല്ലം.